ഹലോ മങ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗ്ലീമിനെ കുറിച്ചാണ്. ഇന്നലെ ഗ്ലീമിൻ്റെ ഫാമിംഗ് കഴിഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു കണ്ടു. എന്തായിരുന്നു ഗ്ലീമെന്നും എന്താണെന്ന് രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമ്മൾ പറയാൻ പോവുകയാണ്. അതിന് മുന്നേ പറയാനുള്ളത്, നമ്മുടെ കമ്മ്യൂണിറ്റി ചാറ്റിൽ ഇന്നലെ വന്നിട്ട് വൈകുന്നേരം തൊട്ട് ഫാമിംഗ് എൻഡായി കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞ് തുടങ്ങിയതിന് ശേഷം കമ്മ്യൂണിറ്റി ചാറ്റിൽ വന്ന് ഒരുപാട് പേര് വന്ന് തുരാ മെസ്സേജായിരുന്നു. എങ്ങനെ വിഡ്രോ ചെയ്യും, എങ്ങനെ പൈസ ഉണ്ടാക്കും, എൻ്റെ വാലറ്റ് എവിടെ കണക്ട് ചെയ്യുക. ഗൈസ് നിങ്ങളൊന്ന് ക്ഷമയോടെ ഇരിക്കൂ. ഇങ്ങനെ നിങ്ങൾ ഇത്ര അധികം ഇങ്ങനെ ആകാംക്ഷയോടെ അല്ലെങ്കിൽ ആർത്തിയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനൊന്നും കിട്ടാൻ പോകുന്നില്ല. ഈ ട്രേഡിംഗ് എന്ന് പറഞ്ഞ സാധനത്തിന് ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ഒരു സംഭവമാണ് സൈക്കോളജി. അപ്പോൾ നിങ്ങളിപ്പോഴോ തന്നെ നിങ്ങളുടെ മൈൻഡിന് സെറ്റ് ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ട്രേഡിംഗ് ജേണിയിലേക്കൊക്കെ എങ്ങനെ കിടക്കും? നിങ്ങളെക്കൊണ്ട് പറ്റില്ല. സോ ഇതിനൊക്കെ നല്ല രീതിയിൽ എന്ത് വേണം, പേഷ്യൻസ് വേണം, നല്ല രീതിയിൽ ക്ഷമ വേണം. സോ അതാദ്യം പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ എന്ത് വന്നാലും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ, നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ എല്ലാം അപ്ഡേറ്റ് ചെയ്യും, A to Z കാര്യങ്ങൾ. സോ അതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളവരാണെങ്കിൽ ഒരുപാട് പേര്, ഒരു 70% ആൾക്കാർ ക്രിപ്റ്റോയിൽ ബിഗിന്നേഴ്സാണ്, എന്താണെന്ന് അറിയാത്ത ആൾക്കാരാണ്. സോ നിങ്ങളെല്ലാവരും ഇങ്ങനെ കിടന്ന് ചാടിക്കടിക്കാതെ വെയിറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ട്രേറ്റ് നമ്മുടെ വീഡിയോയിൽ കിടക്കാം. അല്ല, എന്തായാലും നടന്നു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്, നമുക്കൊരു പോസ്റ്റ് കാണിച്ചു തരാം. ആരുടെയാണ് പോസ്റ്റ്? നമ്മൾ നോക്കാൻ പോകുന്നത് അക്വ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞ ആളുടെ പോസ്റ്റാണ്. ഇന്നലെ അവരിട്ടുണ്ടായിരുന്നു, ഗ്ലീം ആൻഡ് അക്വ ആർ 2 ഡിഫറെൻറ്റ് പ്രൊജക്റ്റ്, ഓൾ പർച്ചേസ് വെർ അക്വ പോയിൻറ്റ്സ്. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗ്ലീം എന്ന് പറഞ്ഞതും അക്വ എന്ന് പറഞ്ഞതും രണ്ട് ഡിഫറെൻറ്റ് പ്രൊജക്ട്സ് ആണ്, ഒരുപോലത്തെ പ്രൊജക്റ്റ് അല്ല. എന്താണ് അപ്പോൾ നമ്മൾ അക്വ പ്രോട്ടോകോൾ എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഇവരെ പിന്നീട് മെസ്സേജ് എടുക്കുന്നു. അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അക്വ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഡിഫൈ പ്രൊജക്റ്റാണ്. ഡിഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡീസെൻട്രലൈസ് ഫിനാൻസ് അപ്ലിക്കേഷൻസ് ഒക്കെ ഒരു ബ്ലോക്ക് ചെയിൻ്റെ ടോപ്പിലുണ്ടാക്കുന്നതാണ് ഡിഫൈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ അക്വ പ്രോട്ടോകോളും അതുപോലത്തെ ഒരു ഡിഫൈ പ്രൊജക്റ്റാണ്. ലെൻഡിങ്, മണി ലെൻഡിങ്, അതുപോലെ തന്നെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റേബിൾ കോയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നുണ്ട്. സ്റ്റേബിൾ കോയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏതെങ്കിലും ഒരു ഫിയറ്റ് കറൻസി. എന്താണ് ഫിയറ്റ് കറൻസി? ഫിയറ്റ് കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ US ഡോളർ, യൂറോ, INR, അതായത് നമ്മുടെ സാധാരണ കറൻസി ഇല്ലേ, ഇതൊക്കെയാണ് ഫിയറ്റ് കറൻസി എന്ന് പറയുന്നത്. ഈ ഫിയറ്റ് കറൻസീനെ ബാക്ക് ചെയ്തുകൊണ്ട്, അതിനെ കൊളാട്രലായിട്ട് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ ബാക്കപ്പ് ചെയ്തുകൊണ്ട് അതിൻ്റെ ടോപ്പിൽ ഉണ്ടാക്കുന്ന, അതായത് ഇപ്പോൾ ഒരു US ഡോളറിൻ്റെ വില എത്രയാണോ, സപ്പോസ് വിചാരിക്കുക 80 രൂപയാണെന്ന് വിചാരിക്കുക, എന്നാൽ അതിനെ ബേസ് ചെയ്തുണ്ടാക്കുന്ന ഒരു കോയിനാണ് സ്റ്റേബിൾ കോയിൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റേബിൾ കോയിൻ്റെ വില വോളറ്റൈലിറ്റി ഉണ്ടാവില്ല. കാരണം എപ്പോഴും ഈ നമ്മൾ US ഡോളറിൻ്റെ വിലയ്ക്കൊക്കെ ഒരു ദിവസം ഇന്ന് 80 രൂപയാണെങ്കിൽ നാളെ അതിൻ്റെ വില 95 രൂപയാവോ? ഇല്ല, പെട്ടെന്നൊന്നും മാറില്ല. വളരെ പതുക്കെയുള്ള മാറ്റം ഉണ്ടാവുള്ളൂ. സ്റ്റേബിൾ കോയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ആ പേരിൽ നിന്നുണ്ട്, സ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന, അതിൻ്റെ പ്രൈസ് സ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന കോയിൻസ് ആണ് സ്റ്റേബിൾ കോയിൻ. മാർക്കറ്റിൽ ഒരുപാട് സ്റ്റേബിൾ കോയിൻസ് ഉണ്ട്, USDT, USDC, അങ്ങനെ ഇഷ്ടംപോലെ സ്റ്റേബിൾ കോയിൻസ് തന്നെയുണ്ട്. സോ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ അക്വ USD എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേബിൾ കോയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഡിഫൈ, ഇവരുടെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഡിഫൈലുണ്ട്. സോ എന്താണ് നമ്മൾ ഇത്ര ദിവസം ചെയ്തുകൊണ്ടിരുന്നത്? അക്വ പ്രോട്ടോകോളിൻ്റെ ഫാമിംഗ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലാതെ ഗ്ലീം എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ ഫാമിംഗ് അല്ല ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് ഇവർ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അക്വ പ്രോട്ടോകോളും ഗ്ലീമും രണ്ടും ഡിഫറെൻറ്റ് പ്രൊജക്റ്റാണ്. സോ നമുക്ക് നേരെ തിരിച്ചു വരാം. അപ്പോൾ എന്തായിരിക്കും ഗ്ലീം എന്നാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. സോ ഗ്ലീമിലേക്ക് വരുന്നത് എന്ത് ചെയ്യാം, നമ്മൾ വീണ്ടും ഗ്ലീമിൻ്റെ ചാനൽ പോയി എടുക്കുക. അപ്പോൾ നമ്മൾ നേരെ ഗ്ലീമിൻ്റെ പ്രൊജക്റ്റിലേക്ക് വന്നു. ഗ്ലീം ഈസ് എ പ്ലാറ്റ്ഫോം ഡിസൈൻഡ് സ്പെസിഫിക്കലി ഫോർ ടെലിഗ്രാം കമ്മ്യൂണിറ്റീസ് ആൻഡ് ക്രിപ്റ്റോ പ്രൊജക്ട്സ്, കണക്റ്റിംഗ് യു വിത്ത് എക്സ്ക്ലൂസീവ് റിവാർഡ് ആൻഡ് എൻലെസ് ഓപ്പർച്യൂണിറ്റി ഇൻ ദ എവർ ഗ്രോയിങ് ക്രിപ്റ്റോ വേൾഡ്. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഗ്ലീം എന്താണ്, ടെലഗ്രാം കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയും അതുപോലെ തന്നെ ക്രിപ്റ്റോ പ്രൊജക്ട്സിന് വേണ്ടിയും ഉണ്ടാക്കിയിരിക്കുന്ന, അവരെ തമ്മിൽ കണക്ട് ചെയ്യാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് ഗ്ലീം. അല്ലാതെ ഗ്ലീം വേറെ ഒന്നുമല്ല. എന്താണ് അപ്പോൾ ഗ്ലീം ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് നേരെ എന്താണ് ഇന്നലെ സംഭവിച്ചത് നമുക്ക് നോക്കാം. അതായത് നമ്മൾ നേരെ ഇവിടെ വരുന്നു, ഗ്ലീമിൻ്റെ ബോട്ടിലേക്ക് പോകുന്നു. ഗ്ലീമിൻ്റെ ബോട്ട് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് കാണുന്നത് എന്താണ്, ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് കാണുന്നത്. ഇവിടെ യുവർ അക്വ പോയിൻറ്റ്സ്, നിങ്ങൾ ഇത്ര ദിവസം ഉണ്ടാക്കിയ അക്വ പോയിൻറ്റ്സ് എത്രയാണെന്ന് കൃത്യമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത്രയും അക്വ പോയിൻറ്റ്സ് എന്തുണ്ട്, നിങ്ങൾ ഈ ഫാമിംഗ് പീരീഡിൽ നിങ്ങൾ ഫാം ചെയ്തിട്ടുണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്, അക്വ പ്രോട്ടോകോൾ ഹാസ് കംപ്ലീറ്റഡ് ദ ഫാമിംഗ് ഫേസ്. അക്വ പ്രോട്ടോകോളാണ് ഫാമിംഗ് ഫേസ് കംപ്ലീറ്റ് ചെയ്തത്, അല്ലാതെ ഗ്ലീം അല്ല. ദ ടീം ഈസ് സമ്മറൈസിങ് ദ റിസൾട്ട്സ്. ടീം ഇപ്പോൾ എന്താണ് സമ്മറൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെങ്ങനെ മാറ്റാം എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, വിഡ്രോവൽ പ്രോസസ്സും ലിസ്റ്റിങ്ങും എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇവർ സൂൺ തന്നെ അറിയിക്കും. അടുത്തത് യുവർ ഗ്ലീം പോയിൻറ്റ്സ്. എന്താണ് ഗ്ലീം പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ, നമ്മൾ അക്വ ഫാമിങ് നമ്മൾ ഏത് ത്രൂ ആണ് ചെയ്തത്, ഗ്ലീം എന്ന പ്ലാറ്റ്ഫോം ത്രൂ ആണ് ചെയ്തത്. അപ്പോൾ വിചാരിക്കുക, ഗ്ലീം എന്ന് പറഞ്ഞൊരു വലിയൊരു
സീ, ആ സീയുടെ ഉള്ളിൽ ഒരു കടൽ, ആ കടലിൻ്റെ ഉള്ളിൽ ഒരു ബോട്ട് മാത്രമായിരുന്നു ആര്, അക്വാ പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ അക്വാ പോയിന്റ്സ് ഗ്ലീം എന്ന പ്ലാറ്റ്ഫോമിൽ യൂസ് ചെയ്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്തു, നമുക്ക് ഗ്ലീമിലേക്ക് ഒരു 150 പോയിന്റ് കൂടി നമുക്ക് കിട്ടി. ഓക്കെ, സോ അപ്പോൾ നമ്മൾ എന്താണ് കൃത്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇത്ര നാൾ ചെയ്ത അക്വാ പോയിന്റ്സും ഗ്ലീമും എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ക്ലെയിം പോയിന്റ്സ് ആൻഡ് കണ്ടിന്യൂ ജേണിയിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഗ്ലീം എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ബോട്ട് ഓപ്പൺ ആയതുകൊണ്ട്, നമ്മൾ ഇത്ര ദിവസം ചെയ്ത ഗ്ലീം അല്ല ഇത് വേറൊരു ഗ്ലീമാണ്. സോ അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്ലീമിന് ഒരു പുതിയ ഇൻ്റർഫേസ് കൊണ്ടുവരാൻ പോവുകയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ബോട്ടിന് നമുക്ക് എപ്പോഴും ഇവിടെ നിന്ന് തന്നെ പോകുന്ന എടുക്കണമെന്നില്ല, അതിന് അക്വാ പ്രോട്ടോകോൾ ഓൾറെഡി എൻ്റെ ചെയ്തല്ലോ. നമുക്ക് ഗ്ലീമിൻ്റെ ഒരു ബോട്ട് നിങ്ങളുടെ ചാറ്റ് ഹിസ്റ്ററി പോയി എന്താ ഗ്ലീമിൻ്റെ ഒരു ബോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഗ്ലീമിൻ്റെ ബോട്ട് എന്ത് ചെയ്യും, സെപ്പറേറ്റ് ഇതുപോലെ വേണമെങ്കിൽ ആഡ് ചെയ്ത് ഞാൻ പറഞ്ഞ പോലെ ഫോൾഡറിലേക്ക് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്തെടുക്കാം. ഓക്കെ, ഇതാണ് അപ്പോൾ എന്ത് ഗ്ലീമിൻ്റെ ഇൻ്റർഫേസ്. ഇനി ഗ്ലീമാണ്, ഇവിടെ നിങ്ങൾക്ക് ഇനി ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. ഇനി നിങ്ങൾക്ക് ഗ്ലീമിൽ നിങ്ങൾക്കിപ്പോൾ തോന്നണം എനിക്കിപ്പോൾ ഗ്ലീമിൽ ഫാം ചെയ്യേണ്ട, എൻ്റെ കഴിഞ്ഞു, ഞാൻ അക്വാ പ്രോട്ടോകോൾ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്, എനിക്കിനി വേറെ ഒന്നും ഫർദർ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് ഇവിടെ നിർത്തിക്കോ. ഗ്ലീം ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. ഗ്ലീം എന്താണ് ചെയ്യുന്നത്, ഓൾമോസ്റ്റ് നല്ല നല്ല കുറേ വരുന്ന പ്രൊജക്ട്സുകളെ അവർക്ക് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനും അവർക്ക് ഇതുപോലെ ഫാമിങ്ങിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് ആര്, ഗ്ലീം എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് മനസ്സിലാൻ തോന്നുന്നു. സോ ഇവിടെ നമുക്ക് കാണാം ഗ്ലീമിലേക്ക് പ്രൊജക്ട്സ് എന്ന് പറഞ്ഞ ടാബിലേക്ക് വന്ന ഇവിടെ കാണാം ജെറ്റോൺ ഗെയിംസ്, അക്വാ പ്രോട്ടോകോൾ ഓൾറെഡി കഴിഞ്ഞു, XYZ ബുക്ക് മേക്കർ, സോൾ സ്റ്റോൺ. അപ്പോൾ ഇതൊക്കെ 4-5 പ്രൊജക്റ്റുകളാണ്. ഈ പ്രൊജക്റ്റുകളെ ക്വസ്റ്റുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ക്വസ്റ്റുകളൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാം. ഓരോന്നും ഓപ്പൺ ചെയ്യുക, അവർ സെപ്പറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, ഓരോരുത്തർക്കും പലതരത്തിലുള്ള ക്വസ്റ്റുകളായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. സോ അങ്ങനത്തെ ഉള്ള ക്വസ്റ്റുകൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഗ്ലീമിൻ്റെ മെയിൻ ഇൻ്റർഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്ലീമിൻ്റെ ഇപ്പോഴത്തെ ബാലൻസ് G1500, അതായത് ഗ്ലീം പോയിൻറ്റ്സ് 1500 കാണിച്ചിട്ടുണ്ട്. വാലറ്റ് വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടൺ കീപ്പർ, ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ടെലഗ്രാം വാലറ്റ് അല്ല, ടൺ കീപ്പറാണ് സജസ്റ്റ് ചെയ്യുക. എന്തുകൊണ്ടാണ് ടെലഗ്രാം വാലറ്റ് സജസ്റ്റ് ചെയ്യാത്തത്, ടെലഗ്രാം വാലറ്റ് ഇൻ കേസ് നിങ്ങളുടെ ഏതെങ്കിലും കോയിൻസ് നിങ്ങളുടെ ടെലഗ്രാം വാലറ്റിൽ കൊണ്ടിട്ടെന്ന് വിചാരിക്കുക, എങ്ങാനും എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങളുടെ ടെലഗ്രാം അടിച്ചു പോവുകയാണെങ്കിൽ ഈ വാലറ്റും ചിലപ്പോൾ ഒപ്പം പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതുവരെ അങ്ങനെ അപ്ഡേറ്റ് പോവുകയില്ല എന്നൊരു അപ്ഡേറ്റ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ബിക്കോസ് ടെലഗ്രാം വാലറ്റ് ആ ടെലഗ്രാം അക്കൗണ്ടായിട്ട് ഫുള്ളി ലിങ്ക്ഡ് ആണ്. സോ അതുകൊണ്ടാണ് ടൺ കീപ്പർ യൂസ് ചെയ്താൽ മതിയെന്ന് എപ്പോഴും ഞാൻ പറയുന്നത്. സോ ടൺ കീപ്പറാണ് നിങ്ങൾ ഏറ്റവും മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ടൺ കീപ്പർ യൂസ് ചെയ്യുക. ടൺ കീപ്പർ ആപ്പ് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം, പ്ലേ സ്റ്റോറിൽ കിട്ടും. പ്ലേ സ്റ്റോറിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്തായാലും മസ്റ്റ് ആയിട്ട് ആലോചിച്ചിരിക്കണം, അതിൻ്റെ ഫ്രേസ് കീ എന്തായാലും നിങ്ങൾ എടുത്തിരിക്കണം. അതെടുത്ത് എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കണം. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ഗൂഗിൾ കീപ്പ് നോട്ട് എന്ന് പറഞ്ഞ ആപ്പാണ്. അവിടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ബാക്ക് അടിച്ച് കഴിഞ്ഞാലും അത് അവിടെ കിടക്കണം. മനസ്സിലായി തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് ടൺ കീപ്പർ എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക. അതിനുശേഷം ടൺ കീപ്പർ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ടൺ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 1000 G കിട്ടും. അപ്പോൾ നിങ്ങളുടെ ബോണസിലേക്ക് അത് കയറും. അതുപോലെ തന്നെ വേറെ കുറേ ഗ്ലീമിൻ്റെ ക്വസ്റ്റുകളോട് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഗ്ലീമിലെ ഫസ്റ്റ് ക്വസ്റ്റ് കാണാം, സ്റ്റാർട്ട് ഫാമിംഗ് ഫ്രം എനി പ്രോജക്റ്റ് ദാറ്റ് യു ലൈക്ക്. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈ പ്രോജക്റ്റിലുള്ള ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് ചെയ്യാൻ നിങ്ങൾക്കിപ്പോൾ ഫാം ചെയ്ത് തുടങ്ങാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ക്വസ്റ്റ് തീർക്കാം. അങ്ങനെ തീർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ X ഫോളോ ചെയ്യുക, വെബ്സൈറ്റ് ഫോളോ ചെയ്യുക, അങ്ങനെ കുറേ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതൊക്കെ അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ ഗ്ലീം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഗ്ലീം എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് മറ്റുള്ള പ്രൊജക്റ്റുകളുടെ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനും അവരുടെ പ്രൊജക്റ്റിനെ ക്വസ്റ്റുകളിലൂടെ അല്ലെങ്കിൽ അവരുടെ പ്രൊജക്റ്റിനെ ബിൽഡപ്പ് ചെയ്യാനുമുള്ള ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് ഗ്ലീം എന്ന് പറയുന്നത്. അക്വാ പ്രോട്ട് അങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. ആ പ്രൊജക്റ്റ് എന്ത് ചെയ്തു, ഗ്ലീം എന്ന പ്ലാറ്റ്ഫോമായിട്ട് കോൺടാക്ട് ചെയ്തു. അവർ ത്രൂ എന്ത് ചെയ്തു, ഈ ഫാമിങ് ആരംഭിച്ചു. അങ്ങനെ അക്വാ പ്രോട്ടോകോളിൻ്റെ ഫാമിംഗ് അവസാനിച്ചു. നമ്മൾ അക്വയർ ചെയ്ത ഫാമിംഗ് പോയിൻറ്റ്സ് അക്വാ പ്രോട്ടോകോൾ എന്ത് ചെയ്ത് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വൺസ് അനലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവരെങ്ങനെയാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത്, പ്ലാൻ എന്താണെന്ന് അവരെന്ത് ചെയ്യും, ചാനൽ വഴി അറിയിക്കും. അതെന്തായാലും നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ചാനൽ വഴി എന്തായാലും അറിയിക്കുന്നതായിരിക്കും. സോ ഇവിടെ വേറൊരു കാര്യം കൂടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എനർജി എന്ന് പറഞ്ഞ ടാബ് കാണാം ഏറ്റവും ലാസ്റ്റ്. അവിടെ ഫുൾ റിസ്റ്റോർ കൊടുക്കണമെന്ന് എന്ത് ചെയ്യണം, ഒരു ടണ്ണിന് അടുത്ത് പൈസ കൊടുക്കണം. ഒരു ടണ്ണിൻ്റെ വില ഏകദേശം നിയർലി $8 ഉണ്ട്. സോ ഇതൊന്നും നിങ്ങളൊന്നും ചെയ്യാതിരിക്കേണ്ട. കാരണം ഈ ഒരു പ്രോജക്റ്റ് എത്രത്തോളം മുന്നോട്ട് പോകും, കാരണം ഇതൊരു ചെറിയൊരു പ്ലാറ്റ്ഫോം മാത്രമാണ്. സോ ചിലപ്പോൾ നല്ലൊരു ഭാവി ഉണ്ടാവും, ചിലപ്പോൾ ഭാവി ഉണ്ടാവില്ല. സോ നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യണമെന്ന് ഒരാൾക്ക് നിർബന്ധമില്ല. പിന്നെ ഇവിടെ ഫ്രണ്ട്സ് കാണാൻ പറ്റും. ബ്ലമ്മ പോലെ തന്നെ ലിമിറ്റഡ് ആണ്, വെറും 5 ഫ്രണ്ട്സിനെ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഇതിൽ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിവിടെ കാണാം 0/5 ഫ്രണ്ട്സ് കാണാം. ഈ ഫ്രണ്ട്സ് എന്ന എല്ലാത്തിലും എഴുതുന്നത് അവർക്ക് സ്പെല്ലിംഗ് അറിയാത്തതുകൊണ്ടല്ല കേട്ടോ. നമ്മുടെ ഈ ടണ്ണിലെ ഒരു ടേമാണ് ഫ്രണ്ട്സ് എന്നുള്ളത്. ഫ്രണ്ട്സിന് പകരം ഫ്രണ്ട്സ് എന്ന് ഉപയോഗിക്കുന്നു. ഓക്കെ, പിന്നെ ഇവിടെ പറഞ്ഞിട്ട് 10 പേഴ്സൺ ഗ്ലീം പോയിന്റ്സ് ബോണസ്, അതായത് ഓരോ ഇൻവൈറ്റീസും അവർ ഓരോന്ന് സ്കോർ ചെയ്യുമ്പോൾ അതിൻ്റെ 10% കിട്ടുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ചെയ്യാൻ പോകുന്ന 5 ഫ്രണ്ട്സ്, ഇവരിതൊക്കെ ക്വസ്റ്റ് നിങ്ങൾ എങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്, ഇവരൊക്കെ ക്വസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരാണോ, അല്ലോ വെറുതെ കയറി ഇടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, നിങ്ങൾക്ക് അവരിൽ ബോണസ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. സോ അത് ആദ്യം കീപ്പ് ചെയ്യുക. ആകെ 5 പേർക്ക് മാത്രമാണ് പറ്റുള്ളൂ. പിന്നെ ഇവിടെ റേറ്റിംഗ് ഉണ്ട്, ഫസ്റ്റ് നിൽക്കുന്നുള്ള കുറച്ച് റീഡബോർഡും ഇവിടെ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ടോട്ടലി മനസ്സായെന്ന് ഞാൻ വിചാരിക്കുന്നു.
രണ്ട് തമ്മിൽ വ്യത്യാസം. സോ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ഇതിന് വേണ്ടി ഏതിനു വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും, അക്വ പ്രോട്ടോക്കോളിൻ്റെ ഫാമിംഗ് കോയിൻസ് അവരെങ്ങനെയാണ് ഇനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത്, എന്താണ് അവരുടെ പ്ലാൻ എന്ന് അവരുടെ ഒഫീഷ്യൽ ചാനൽ വഴി ഒന്നുകിൽ ട്വിറ്റർ അല്ലെങ്കിൽ അവരുടെ ടെലഗ്രാം ചാനൽ വഴി എന്ത് ചെയ്യും, അവരറിയിക്കും. സോ അത് കിട്ടാനായിട്ട് നിങ്ങൾ ഗ്ലീം എന്ന് പറഞ്ഞ ടെലഗ്രാം ആൻഡ് ഇതല്ല പോയി നോക്കേണ്ടത്, അക്വ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞ സാധനമാണ് നോക്കുന്നത്. ഞാൻ അക്വ പ്രോട്ടോക്കോൾ ഫുള്ളായിട്ട് വിസ്തീരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്വ പ്രോട്ടോക്കോളിൽ വിസ്തീരിക്കുന്നുണ്ടെങ്കിൽ ഡിഫൈ അറിയണം, അതുപോലെ തന്നെ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ അറിയണം. സ്റ്റേബിൾ കോയിൻ ചെറുതായിട്ട് ഞാൻ വിസ്തീരിച്ചിരുന്നു, പക്ഷെ അത് മാത്രമല്ല ഇവർക്കുള്ളത്, സ്റ്റേക്കിങ്ങും ലെൻഡിങ്ങും എല്ലാവിധ പരിപാടികളും ഈ അക്വ പ്രോട്ടോക്കോൾ ഉദ്ദേശിക്കുന്നുണ്ട്. സോ അതും കൂടി അവർ കണക്കിലെടുത്തിരിക്കുന്നു. പിന്നെ ഒരു എക്സലൻറ്റ് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവർ സ്റ്റോം എന്ന് പറഞ്ഞ ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമായിട്ട്, ടണ്ണിൽ ബ്ലോക്ക് ചെയിനിൽ വർക്കുന്ന സ്റ്റോം എന്ന് പറഞ്ഞ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമായിട്ട് ഇവർ ഓൾറെഡി ലിങ്ക്ഡ് ആണ്. സോ നമുക്ക് നല്ല രീതിയിൽ ഈ പ്രോജക്റ്റിന് നല്ല രീതിയിൽ എക്സ്പെക്റ്റ് ചെയ്യാം. എക്സ്പെക്ട് ചെയ്യാന്ന് വെച്ചാൽ നല്ല രീതിയിൽ പൈസ കിട്ടുന്നല്ല അർത്ഥം, അതായത് പൈസ കിട്ടുന്ന, അതായത് ഇവരെന്താണ് ഇവരുടെ ലിസ്റ്റിംഗ് എന്താണെന്നുള്ളത് സൂൺ തന്നെ അറിയാൻ പറ്റുള്ളൂ. എൻ്റെ ഒരു ഗസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റോം എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോമിലായിരിക്കണം ഇവരെന്തായാലും ഇത് മുന്നിട്ട് കൊണ്ട് ഇടാൻ പോകുന്നത് എന്നാണ് എൻ്റെ ഒരു ഗസ്. സോ അതിൻ്റെ എല്ലാ ഇൻഫോർമേഷൻസ് നമ്മൾ സൂൺ ഇത് ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്തായാലും പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഇനി വന്നിട്ട് എൻ്റെ അക്വ പോയിൻറ്റ്സ് എങ്ങനെ റെഡീം ചെയ്യും, എപ്പോഴാണ് റെഡീം ചെയ്യുക, എങ്ങനെയാണ് ഇത് വലിച്ചെടുക്കുക എന്നുള്ള കാര്യങ്ങൾ ചോദിക്കാതിരിക്കുക. മാക്സിമം അത് ഒഴിവാക്കി നമ്മുടെ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിലെന്തായാലും ഫുൾ അപ്ഡേറ്റ് വിടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ ബൈ.